ഇത് കടുങ്ങാത്തുകുണ്ട് പട്ടണം. വളവന്നൂർ, കൽപ്പകഞ്ചേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ പട്ടണത്തിന് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ അനൽപമായ സ്ഥാനമാണുള്ളത്. അവഗണനയുടെ പടുകുഴിയിൽ നിന്ന് ആർജവത്തിന്റെ അനന്തവിഹായസിലേക്ക് ചിറകടിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ സ്ഥിരാകേന്ദ്രമാണിത്. 30ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ തന്നെ അത്യപൂർവ ഭൂപ്രദേശങ്ങളിൽ ഒന്നാണിവിടം. എങ്കിൽ ഒരു പുതുനാഗരികത ബീജാവാപം നൽകി ഈ പ്രദേശത്തെ വിദ്യാഭ്യാസപരമായ കുതിച്ചുചാട്ടത്തിന് ചുക്കാൻ പിടിച്ചത് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളുടെ തിരുനാമധേയത്തിൽ ഉയർന്നു നിൽക്കുന്ന വളവന്നൂർ ബാഫക്കി യതീംഖാന എന്ന മഹാപ്രസ്ഥാനമാണെന്നതിന് അഭിപ്രായാന്തരങ്ങളില്ല. മതഭൗതിക രംഗങ്ങളിൽ 20ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിജയകരമായി അതിന്റെ കർമ്മസരണിയെ സജീവമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വളാഞ്ചേരി തിരൂർ സംസ്ഥാന പാത കടന്നുപോകുന്ന ടൗണിൽ നിന്നും അല്പം തെക്കുമാറി തല ഉയർത്തി നിൽക്കുന്ന വിജ്ഞാനത്തിന്റെ വിളക്കുമാടത്തിലേക്ക് നമുക്കൊന്ന് കയറിയിറങ്ങാം. ഇത് യതീംഖാന പ്രവേശന കവാടം. ചാപ്പനങ്ങാടി പറങ്കിമൂച്ചിക്കൽ ദർഗാ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹഷൈഖ് മുഹമ്മദ് ബിനു ഹസനിൽ ജഫനി ഖദ്ദസല്ലാഹു സിറഹുൽ ഹസീസ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്ന നാമത്തിൽ കേരളീയ ഹൃദയങ്ങളിൽ ഇടം നേടിയ യുഗപ്രഭാവനായ പണ്ഡിത പ്രതിഭയും സ്ഥാപനത്തിന്റെ ശില്പിയും പിതാവുമായ ഇദ്ദേഹത്തിലൂടെയല്ലാതെ ഇവിടേക്ക് കവാടങ്ങളില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആത്മീയതയുടെ അടിത്തട്ട് കണ്ട അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ ഒരുവനായ ഷൈഖുന ആഹിറും രക്ഷപ്പെടണമെന്ന ഉത്കടമായ ആഗ്രഹം സഫലീകൃതമാക്കാൻ യത്തീം മക്കളെ പരിപാലിച്ചു നോക്കാം എന്ന ഒരു കാഴ്ചപ്പാടിലെത്തി. അതോടൊപ്പം ഉൽപ്പതിഷ്ണുക്കൾ തങ്ങളുടെ വിഷലിപ്താശയങ്ങൾ വിതറിയ വളവന്നൂരിൽ സുന്നത്ത് ജമാഅത്തിന് ഒരു സ്ഥാപനം എന്ന മഹാനവറുകളുടെ സ്വപ്നത്തെയും സമന്വിതമാക്കി ഉചിതമായ ഒരു സ്ഥലം തേടിയലഞ്ഞ് അവസാനം ഷൈഖുന തന്നെ തിരഞ്ഞെടുത്ത സ്ഥലമാണ് നാം ഈ കാണുന്നത്. എന്നാൽ ഈ പ്രകൃതി രമണീയതയ്ക്കും മണിമന്ദിരങ്ങൾക്കും അപ്പുറം ഒരു ഭൂതകാല ചരിത്രം പറയാനുണ്ട് ഈ മണ്ണിന്. 4 പതിറ്റാണ്ടുകൾക്കപ്പുറം കരിമ്പാറക്കെട്ടുകൾ നിറഞ്ഞ വന്യമായ ശാന്തത തളം കെട്ടി നിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. പകൽ സഞ്ചാരം പോലും ഭീതിയോടെ മാത്രം ജനങ്ങൾ കണ്ടിരുന്ന ഈ പ്രദേശം ഒരു പുൽക്കൊടി പോലും തളിർക്കാത്ത, ഒരു അത്താണിയോ ഒരു തണ്ണീർ പന്തലോ ഇല്ലാത്ത ഊഷരഭൂമിയായിരുന്നു. ഇവിടെ കുഞ്ഞു മക്കളെ കൊണ്ടുവന്ന് ഒരു യത്തീംഖാന തുടങ്ങുകയോ എന്ന് എല്ലാവരാലും ആശങ്കപ്പെട്ടപ്പോഴും ഷൈഖുന ഈ സ്ഥലം തന്നെ തെരഞ്ഞെടുത്തതിനു പിന്നിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വേനൽക്കാലം, കത്തിയാളുന്ന കൊടും ചൂടിൽ നീരുറവകൾ വറ്റിവരണ്ടു, സസ്യജാലങ്ങൾ കരിഞ്ഞുണങ്ങി, ജീവജാലങ്ങൾ ദാഹിച്ചരണ്ടു, പിഞ്ചുകുഞ്ഞുങ്ങൾ കരഞ്ഞു തളർന്നു. കരാളമായൊരു ശരത്കാലയാമത്തിൽ പരിഭ്രാന്തരായ ആബാലവൃന്ദം കൃഷീവലന്മാർ വളർത്തുമൃഗങ്ങളെ തെളിച്ചു കൊണ്ടുവന്ന് മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ വളവന്നൂരിലെ വിജനമായ ഈ പാറപ്പുറത്ത് വന്നണഞ്ഞു. ഇന്ന് ചാവക്കാടിനടുത്ത് അവിയൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹസ്രത്ത് സയ്യിദ് ദാലിൽ ഹസനിൽ അഫ്ഗാനിൽ അവിയൂരി ഖദ്ദസല്ലാഹു സിറഹുൽ ഹസീസ് എന്ന ഋഷിവര്യർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഭക്തിസാന്ദ്രമായ പ്രാർത്ഥനാ മുഹൂർത്തം കഴിഞ്ഞ് ജനങ്ങൾ വീടണയും മുൻപ് അവിടെയാകെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം പെയ്തിറങ്ങിക്കഴിഞ്ഞിരുന്നു. തന്റെ പ്രിയ ഗുരുവര്യന്റെ അനുഗ്രഹീത പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ കുന്നിൻ പുറത്ത് ചുറ്റുപാടുകൾ നജ്ദിയൻ ആശയവാദത്തിന്റെ കാർമേഘങ്ങൾ കട്ടപിടിച്ച തികച്ചും അനിവാര്യമായൊരു കാലത്താണ് ഷൈഖുന ഈ മഹത് സ്ഥാപനത്തിന്റെ പിറവിയെക്കുറിച്ച് ചിന്തിച്ചത്. സങ്കുചിത ചിന്താഗതിക്കാർ അന്നും പരിഹാസത്തിന്റെ കൂരമ്പുകൾ എയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ മഹാനായ ഷൈഖുന ആത്മീയതയുടെ തൃക്കണ്ണു തുറന്ന് പ്രവചിച്ചുവത്രേ, ഇവിടെ റോസ് പൂക്കും, തെങ്ങുകളും മാവുകളും തളിർക്കും, ഇവിടം വിജ്ഞാനത്തിന്റെ മലർവാടിയായി മാറും. സുബ്ഹാനല്ലാഹ്,
അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്കാരം സിദ്ധിച്ച മഹാപ്രവചനത്തിന്റെ പൊരുളാണ് നമ്മെ കോൾമേർ കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബാഫക്കി യത്തീംഖാന കെട്ടിടം. 1971 മർഹൂം പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങളുടെ തൃക്കരങ്ങളാൽ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ട് 1974 ശൈഖുനായുടെ അനുഗ്രഹീത നേതൃത്വത്തിൽ 51 കുട്ടികളുമായാണ് യത്തീംഖാന തുടക്കം കുറിച്ചത്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ശിക്ഷണവും പരിചരണവും ലഭിക്കാതെ കൂട്ടുകെട്ടുകളിൽപ്പെട്ട് അനിസ്ലാമിക മലീമസ ചുറ്റുപാടുകളിൽ വലയം പ്രാപിച്ചിരുന്ന മുസ്ലിം മക്കളെ ഏറ്റെടുത്ത് ഉന്നത വിദ്യാഭ്യാസവും ആത്മീയ പരിചരണവും വാത്സല്യവും നൽകി സമൂഹത്തിനും സമുദായത്തിനും ശക്തി പകരുന്ന ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുകയായിരുന്നു ശൈഖുനായുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി യത്തീംഖാന അതിന്റെ പ്രവർത്തന വീഥിയിൽ 4 പതിറ്റാണ്ടുകൾ താണ്ടിയെത്തുമ്പോൾ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗൾഫ് കമ്മിറ്റികളോ റിസീവർമാരോ ഇല്ലാതെ മാതൃകാപരമായി ഇന്നും സ്ഥാപനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശൈഖുനായുടെ ജീവിക്കുന്ന കറാമത്തുകളിൽ ഒന്നാണ് സ്ഥാപനത്തിന്റെ ആരംഭഘട്ടത്തിൽ ചെറിയൊരു ക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ ശൈഖുന പ്രവചിച്ചു, ഇവിടേക്കുള്ളത് ഇങ്ങെത്തിക്കൊള്ളും. അണമുറിയാത്ത പ്രവാഹമായി ഈ പ്രവചനത്തിന്റെ പൊരുൾ ഇന്നും യത്തീംഖാനയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആഗ്രഹ സഫലീകരണത്തിനും മറ്റും ഇവിടേക്ക് സംഭാവനകൾ അർപ്പിക്കുന്നവർ സായുജ്യത്തിന്റെ അശ്രുകണങ്ങൾ പൊഴിച്ച് സ്ഥാപനത്തിന്റെ നിത്യ ബന്ധുക്കളാകുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഇവിടുത്തെ യത്തീമിന്റെ പ്രാർത്ഥന വിലമതിക്കാനാവാത്ത സിദ്ധൌഷധമായി ഉപയോഗപ്പെടുത്തുകയാണിവർ. അനാഥകളും അഗതികളുമായ 100 ആൺകുട്ടികളും 18 പെൺകുട്ടികളുമടക്കം 118 പേർ ഇന്നിവിടെ പഠനവും പരിചരണവും നേടിക്കൊണ്ടിരിക്കുന്നു. മികച്ച പഠന നിലവാരം പുലർത്തുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികൾ SSLCയിലും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷകളിലും 100 മേനി വിജയം വരിക്കുക പതിവാണ്. അനാഥകളുടെയും അഗതികളുടെയും സംരക്ഷണ രംഗത്ത് വേറിട്ടൊരു വീഥിയിലൂടെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് ഗമിക്കുന്നത്.